എന്നാ ഞങ്ങൾ ഇതും കൊണ്ട് പോട്ടെ. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ക്വിസിൻ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ്. കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷെഫിൻ്റെ താഴെയാണ് ഞാൻ 5 വർഷം ട്രെയിൻ ചെയ്തത്. അപ്പം ഈ ജോലിക്ക് റിട്ടയർമെൻ്റ് ഇല്ല. നമുക്ക് അറിയുന്ന ഒരു പാചകം എല്ലാവർക്കും നമുക്ക് എത്തിക്കണം. അതിൻ്റെ ഒറ്റ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് ഒരു ലേറ്റസ്റ്റ് ജനറേഷനകത്ത് കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ഷെഫ് കോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗസ്റ്റ് അതിൻ്റെ ഹാപ്പിനെസ് പറയുമല്ലോ, അതിന് കിട്ടുന്ന കിക്കല്ലേ വേറെ ഒരിക്കലും ഇല്ല. നമസ്കാരം, വനിതാ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പതിവ് പോലെ രുചികൾ തേടി ഞാനൊരാളുടെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. മറ്റാരുമല്ല, സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് രുചികരമായിട്ടുള്ള വിഭവങ്ങൾ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന റെസിപ്പീസൊക്കെ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ള ഷെഫ് കാർത്തികേയൻ സെൽവരാജിൻ്റെ വീട്ടിലാണ് ഇന്ന് ഞാനുള്ളത്. അപ്പോൾ നമുക്ക് കാർത്തികിൻ്റെ അടുത്തേക്ക് പോകാം. ഷെഫിൻ്റെ പുതിയ റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ വനിതാ പാചകത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് കിടക്കുന്നതിന് ഞാൻ ആദ്യം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? കുക്കിങ്ങിലോട്ടാണ് ഉദ്ദേശിക്കുന്നത്? കാരണം കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ പ്രൊഫഷണൽ ജോലി, ആ ഒരു ജോബ് തന്നെയാണ് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ഒരു പ്രൊഫഷനിലേക്ക് എത്തിയത്? ഞാൻ ഏകദേശം ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കാണ് തീരുമാനിക്കുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം എന്നുള്ള ഒരു കാര്യം. ഫ്രണ്ട്സൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇൻഡസ്ട്രിനകത്ത്, ബാക്കി ആരും ഇൻഡസ്ട്രിയിലില്ല. എല്ലാവരും സംസാരിച്ച് ഞങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തു പഠിക്കാമെന്ന്. പിന്നെ അങ്ങനെ കോളേജ് 10th കഴിഞ്ഞതിന് ശേഷം തന്നെ കോളേജ് നമ്മൾ ജോയിൻ ചെയ്തു. 3 years കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഏകദേശം ഒരു 15 years ജോലി ചെയ്തു. ഈ പാൻഡമിക് കഴിഞ്ഞിട്ടാണ് ഒരു കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു സംഭവം പുറത്തേക്ക് വരുന്നത്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം 1-2 വീഡിയോസ് ചുമ്മാ ഒരു പേരിന് വേണ്ടി എടുക്കണമെന്ന് പറഞ്ഞെടുത്തു. ദെൻ ഐ ഗോട്ട് ദറ്റ് സ്മോൾ ഹുക്ക്. ഓക്കെ, യു ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ വെൻ. അപ്പം ഒരു വീഡിയോ, ഒരു എഗ്ഗപ്പത്തിൻ്റെ വീഡിയോ ഇട്ടു. ഏകദേശം ഒരു 5 ലക്ഷം പേര് അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് ബിക്കം ഒരു മോർ ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അതിൻ്റെ കൂടുതൽ വരാൻ തുടങ്ങി. ഓക്കെ ഫൈൻ, വി ഹാവ് ടു ഡു സംതിങ്. പിന്നെ അങ്ങനെ പതിയെ നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ കമൻറ്റിങ് റെസിപ്പീസ് നല്ലതാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പീസ് ആണെന്ന് നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓക്കെ ഫൈൻ, നമുക്ക് അറിയുന്ന ഒരു പാചകം എല്ലാവർക്കും നമുക്ക് എത്തിക്കണം. അതിൻ്റെ ഒറ്റ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് ഒരു ലേറ്റസ്റ്റ് ജനറേഷനകത്ത് കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ്. ഇപ്പോൾ പണ്ടാണെങ്കിൽ ബുക്ക് എഴുതും, കുറേ പേര് ബുക്ക് മേടിച്ച് വായിക്കും. പക്ഷേ ഇപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് എത്തിപ്പെടാൻ പറ്റിയ ഒറ്റ ഒരു മീഡിയം നോക്കുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ ആൻഡ് കോണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെയാണ് ഇതൊന്ന് ഇൻട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു റീസൺ? ലൈക്ക് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പം എനിക്ക് ഡോക്ടർ ആവണം എന്നൊരു കുട്ടി പറയുന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ അതിനെ കാണുന്ന ഒരു രീതിയായിരിക്കും, ചിലരതിൻ്റെ സാലറി ബേസ്ഡ് ആയിരിക്കും ചിന്തിക്കുക, ചിലരതിൻ്റെ ഒരു ഹൈഫൈ ലൈഫുണ്ട് അതാവും, വേറെ ചിലർ ചിലപ്പോൾ ഇൻസ്പയർഡ് ആയിരിക്കും. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഓക്കെ എന്നെ ഒരാൾ രക്ഷിച്ചു, എനിക്കൊരു ഇതാവണം, അങ്ങനെയൊക്കെ ചിന്തിക്കും. അതുപോലെ ഈ ഷെഫ് ആവണം എന്നുള്ള തീരുമാനത്തിന് പുറകിൽ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു? ആക്ച്വലി ഗ്രാൻഡ് ഫാദറിന് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ദോശ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്മോളാണ്. അപ്പം ആ സമയത്ത് പുള്ളിക്കാരന് ഒരു ചെറിയൊരു കച്ചവടമുണ്ട്, കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരു ഇൻട്രാക്ഷനായിട്ട് നമ്മൾ ഫ്രണ്ട്സോട് സംസാരിക്കുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ നമ്മളുടെ അറിയാമല്ലോ, നമ്മുടെ മാർക്സ് എത്രയായിരിക്കും, വാട്ട് ഈസ് ആർ കേപ്പബിലിറ്റീസ്. അപ്പോൾ ആ കേപ്പബിലിറ്റീസ് വെച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഒരു തീരുമാനം എടുത്തു. ഓക്കെ, ഐ വോണ്ട് ടു ഡു എഞ്ചിനീയറിംഗ്, അപ്പോൾ എനിക്കൊന്ന് മെഡിക്കലിൽ പോകണം, എനിക്ക് B.Pharm പഠിക്കണം എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഏതാണ് മേഖല ആ സമയത്ത് 2005-06 പീരീഡിൽ ഏതായിരിക്കും ഫ്യൂച്ചറിൽ 10 years കഴിഞ്ഞിട്ട് ഷാർപ്പായിട്ട് വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി നോക്കി കഴിയുമ്പോഴത്തേക്ക് അതൊരു ഹോട്ടൽ മാനേജ്മെൻറ്റ് തന്നെയാണ്. ആ സമയത്ത് ആകുമ്പോഴത്തേക്ക് അത്ര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. ആ സമയത്ത് കോമ്പറ്റീഷൻ വളരെ കുറവായിരുന്നു. പിന്നെ തീരുമാനിച്ചു ഓക്കെ ഫൈൻ, വിൽ ഗെറ്റ് ഇൻ ടു ഇറ്റ്, എന്നിട്ട് നോക്കാം. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു. പിന്നെ കുറച്ച് കോളേജസ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നോക്കി ചെയ്തായിരുന്നു. അപ്പോൾ ആ ബെസ്റ്റ് കോളേജൊക്കെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം അങ്ങനെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ അറിയാം, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കാൻ ഫുഡ് വേണം, ഷെൽട്ടർ വേണം, നല്ല ക്ലോത്ത് വേണം. അപ്പോൾ ഇത് 3 ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി നമുക്ക് സെലക്ട് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സർവൈവ് ത്രൂ ഔട്ട്. അപ്പം ഫുഡ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ബേസിക് ഇതാണ്. അപ്പം ഞാൻ തീരുമാനിച്ചു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടയർമെൻറ്റ് ഇല്ല. സോ യു ക്യാൻ കുക്ക് ടിൽ വാട്ട് എവർ ഏജ് യു ക്യാൻ യുവർ ബോഡി സപ്പോർട്ട് ചെയ്യുന്ന ഏജ് വരെ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 60, 65, 70 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷെഫ്മാർ 60, 70 അവരെല്ലാവരും ആ പ്രായത്തിൽ അവർ കുക്ക് ചെയ്യാറുണ്ട്, കൺസൾട്ടൻ്റായിട്ട് പോകാറുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ ഒരു ഷോപ്പുകൾ നോക്കിക്കഴിഞ്ഞാലും അബവ് 60 ആൾക്കാർ ജോലി ചെയ്യാറുണ്ട്. അപ്പം ഈ ജോലിക്ക് റിട്ടയർമെൻറ്റ് ഇല്ല.
സോ ദാറ്റ് ഈസ് ദി മെയിൻ റീസൺ ഐ ഹവ് സെലക്ടഡ്. പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ടായിരുന്നു, അതിനകത്ത് വലിയ ഇൻസ്പിറേഷൻ ഇല്ല, പക്ഷേ ഇറ്റ് ഇസ് എ ഇൻഡസ്ട്രി വിച്ച് ഇസ് ഓൾവേസ് ഓൺ, എപ്പോഴും തിരക്കായിരിക്കും ഷോപ്പ്, അങ്ങനെ ഒരു ഉണ്ടായിരുന്ന ഒരു ഷോപ്പാണ്. പിന്നെ വെൻ ഹി ഏജ്ഡ്, പുള്ളിക്കാരൻ 70 വരെ ആ ഷോപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് പുള്ളി അത് ക്വിറ്റ് ചെയ്യണത്. സോ ദർ ഈസ് ഓൾവേസ് എ സ്കോപ്പ് ദറ്റ് നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടും വി ക്യാൻ ഓൾവേസ് ഷൈൻ ഇൻ ദിസ് ഇൻഡസ്ട്രി. പിന്നെ അത്ര വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിനകത്ത് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും. അതാണ് ഒരു മോട്ടീവായിരുന്നു ആ പീരീഡിനകത്ത്. പിന്നെ വെൻ യു ഗെറ്റ് ഇൻ ടു ദി ഇൻഡസ്ട്രി, പിന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഈ കോണ്ടന്റ് ക്രിയേഷനിലോട്ട് എത്തിയത്. അപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് എത്തിയപ്പം ഇപ്പോൾ ബീങ് എ ഷെഫ് എന്ന് പറയുന്നതും ബീങ് എ കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നതും ഒബ്വിയസ്ലി രണ്ടും രണ്ട് തലത്തിലുള്ളത്. വിച്ച് ഇസ് ബെറ്റർ? അൾട്ടിമേറ്റ്ലി ബീങ് എ ഷെഫ് ഇസ് സംതിങ് വിച്ച് ഇസ് ഐ ഡ്രീംഡ് ഓഫ്. ഓക്കെ. അതൊന്ന് ഷെഫ് കോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഗസ്റ്റ് അതിൻ്റെ ഹാപ്പിനെസ് പറയുമല്ലോ, അതിനെ നമുക്ക് വേറെ ഒന്നും ഓരോ ആൾക്കും നമ്മൾ നേരിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് പീപ്പിൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും. ലോട്ട് ഓഫ് മെസ്സേജസ് പറയും, നല്ല ഭക്ഷണമാണ്. കുറേ അമ്മമാർ മെസ്സേജ് അയക്കാറുണ്ട്, ഷെഫ് നല്ല ഭക്ഷണമാണ്, വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. പക്ഷേ നമ്മൾ പാചകം ചെയ്തിട്ട് അത് കൊണ്ടുപോയിട്ട് ഒരു കസ്റ്റമറുടെ കയ്യിൽ, ഒരു ഗസ്റ്റ് കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. ദ മൊമെൻറ്റ് ദി സേ ഐ ലൈക്ക് ദ ഫുഡ്, ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ഇൻ ദ ബ്ലഡ്. ഷെഫായിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എനിക്കുണ്ടായിരുന്ന ഒരു മോട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പാചകം ചെയ്യണം. സോ ദാറ്റ് ഈസ് മൈ മോട്ടീവ്. സോ എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്. അതാണ് എൻ്റെ മോട്ടീവ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബേസിക് ലൈഫ് സ്കില്ലായിട്ട് ഞാൻ കാണുന്നത്. സി ദർ ഈസ് നോ ബയസ് തിങ്, ലേഡീസ് മാത്രം ഭക്ഷണം വയ്ക്കണം അല്ലെങ്കിൽ ജെൻസ് മാത്രം ഭക്ഷണം വയ്ക്കണം എന്നങ്ങനെയല്ല. എല്ലാവർക്കും പാചകം ചെയ്യുവാണെങ്കിൽ ഒരു ബേസിക് ലൈഫ് സ്കില്ലാണ്. ഇപ്പം പുറത്തെ രാജ്യത്തിലൊക്കെ അതൊരു കോമൺ ആണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല. സോ ലൈക്ക് മോസ്റ്റ് വിമൻസ് ആയിരിക്കും കുക്കിംഗ് ചെയ്യുന്നത്. ആ ഒരു അങ്ങനത്തെ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതൊന്നും എനിക്ക് ബ്രേക്ക് ചെയ്യണം. സോ പാചകം എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വൈ സ്റ്റാർട്ടഡ് കോണ്ടന്റ് ക്രിയേഷൻ. പറഞ്ഞ പോലെ ഷെഫായിട്ട് ഒരു ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് പറയുമല്ലോ, ലൈക്ക് ദ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് കിട്ടുന്ന കിക്കല്ലേ വേറെ ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ എല്ലാ ഏജ്ഡ് ആൾക്കാരുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ പറഞ്ഞ പോലെ അവർക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ചിലർക്ക് ഡയറി പ്രോഡക്ട്സ് കഴിക്കാൻ പറ്റില്ല, ഗ്ലൂട്ടൻ കഴിക്കാൻ പറ്റില്ല, സോയ കഴിക്കാൻ പറ്റില്ല. അവർക്ക് നമ്മൾ പാചകം ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് വീട്ടിലുണ്ടാക്കണം, അവർ ചിലപ്പോൾ വീട്ടിൽ മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരിക്കും. ഇപ്പോൾ ഹോട്ടലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളോട് പറയും, ഷെഫ് എനിക്ക് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഐ നീഡ് സം കൈൻഡ് ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ദ മൂമെൻറ്റ് യു സീ ഹാപ്പിനെസ് ഇൻ ദർ ഫേസ്, ദാറ്റ് മേക്സ് യു ഹാപ്പി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ശെഫായിരുന്നു, ഇപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നു. പക്ഷേ ജനിച്ചതും വളർന്നതൊക്കെ ചെന്നൈയിലാണ്. അപ്പോൾ ഈ ചെന്നൈയിൽ പഠിച്ച് വളർന്ന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് പല സ്ഥലത്തും പല രുചികളാണ്. ഈവൻ ചെന്നൈയിലുള്ള ഒരു 10 കിലോമീറ്ററിലുള്ള രുചി ആയിരിക്കില്ല അടുത്ത 10 കിലോമീറ്ററിൽ ഉണ്ടാവുക. ഇപ്പോൾ ഉള്ളത് കേരളത്തിലുമാണ്. അപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ആ ഒരു ഇതിൽ എങ്ങനെയാണ് മാനേജ് ചെയ്ത് ഇതിൻ്റെ ഫ്യൂഷനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ടോ ടേസ്റ്റിൽ? ഞാൻ ആക്ച്വലി ഒരു ഫ്യൂഷൻ ക്യൂസിൻ്റെ എതിരാണ്. ഓക്കെ. കാരണം എന്നെ സംബന്ധിച്ച് ഏതൊരു ക്യൂസൈനായാലും ഒരു റീജിയണൽ ഒരു ഫുഡാണെങ്കിലും അതിൻ്റെ ഒത്തൻറ്റിസിറ്റി നമുക്ക് കീപ്പ് ചെയ്യണം. ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ എം വെരി കീൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഷെഫിൻ്റെ താഴെയാണ് ഞാൻ 5 വർഷം ട്രെയിൻ ചെയ്തത്, ഷെഫ് റഷീദ്. അപ്പോൾ പുള്ളിക്കാരൻ പറയുമ്പോഴത്തേക്ക് ഹീ ഈസ് എ മാസ്റ്റർ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പണ്ടേ കുറേ വീടുകളിലൊക്കെ പോയിട്ട് ഭക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പഠിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്തൊരു ഇന്നോവേറ്റീവ് ഡിഷ് ചെയ്യുവാണെങ്കിലും ഒരു റെസിപ്പിയുടെ ഒത്തൻറ്റിസിറ്റി പുള്ളി മാറാണ്ടാണ് ചെയ്യുന്നത്. സോ അതാണ് എൻ്റെ ഒരു റോൾ മോഡലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് സോ യു ക്യാൻ ഡു മോഡേൺ ഡിഷ്. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മളൊരു കപ്പയും മീൻ കറിയും ഒരു ഡിഫറെൻ്റായിട്ട് പ്ലേറ്റ് ചെയ്തിട്ട് അത് എലിവേറ്റ് ചെയ്യാം. പ്രോഗ്രസീവായിട്ട് നമുക്ക് ഒരു കസ്റ്റമറിനെ കൊണ്ടെത്തിക്കാം. സാധാരണമായിട്ട് 2 ബൗളിൽ കൊടുക്കുന്ന പകരം കപ്പയും മീൻ കറി ബൗളിൽ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഒന്ന് പ്ലേറ്റിങ് ഗാർണിഷൊക്കെ ചെയ്തിട്ട് ബെറ്ററായിട്ട് നമുക്ക് കൊണ്ടുപോയി എത്തിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും ഈ ഫ്യൂഷൻ ഫുഡ് കാരണം നമ്മുടെ ഫുഡിൻ്റെ ഒത്തൻറ്റിസിറ്റി കുറഞ്ഞു പോകരുത്. അതാണ് എൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ്. അപ്പോൾ ഏതൊക്കെ സ്ട്രീറ്റ്സ് ആവട്ടെ എന്തോ ആവട്ടെ അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഒതൻറ്റിസിറ്റി കാത്ത് സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രോപ്പറായിട്ടുള്ള ഫുഡൊക്കെ ഇതാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പം ഒബ്വിയസ്ലി ഒരു ഷെഫ് എന്നുള്ള നിലയിൽ ഒരുവിധപ്പെട്ട എല്ലാ ടേസ്റ്റും അറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും, ഒരുവിധപ്പെട്ട എല്ലാ ഫുഡും ട്രൈ ചെയ്ത ആളായിരിക്കും. ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫുഡ് എന്തായിരിക്കും, അല്ലെങ്കിൽ എവിടത്തെ ആയിരിക്കും? ബേസിക്കലി നമുക്ക് അങ്ങനെ ഒന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കൂടുതലുണ്ടായിരുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലാണ്. ഇപ്പോൾ നോർത്തേൺ കേരള ഭക്ഷണം ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ ഓരോ ഡിസ്ട്രിക്ട് പോകുമ്പോഴത്തേക്കും ഭക്ഷണ രീതികൾ മാറും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലബാർ ക്യൂസിനാണ്.
അവരുടെ ഒരു ഭക്ഷണ രീതിയും അവരുടെ ഒത്തൻറ്റിസിറ്റി ഇപ്പോഴും അവർ കാത്ത് സൂക്ഷിക്കുന്ന ഒരു ഒത്തൻറ്റിസിറ്റി ഉണ്ടല്ലോ, ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ലവ്. അതേപോലെ തന്നെ ഇഫ് യു ഗോ ടു തമിഴ്നാടു, കാരക്കുടി റീജിയൻ, മധുരൈ റീജിയൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ദേ സ്റ്റിൽ ഹാവ് ദറ്റ് ഒത്തൻറ്റിസിറ്റി. അവരുടെ ട്രഡീഷണൽ റെസിപ്പീസ്, അവരുടെ കുക്കിംഗ് മെത്തഡ്സ് ഒക്കെ ട്രഡീഷണലാണ്. ഞാൻ വളരെ അപൂർവമായിട്ട് കാണുന്നത് ഈ സിറ്റീസിൽ മാത്രമാണ് ഇവരതൊന്ന് തെറ്റിപ്പോകുന്നു താളം. കുറച്ചും കൂടി ബാക്കിയുള്ള മോഡേൺ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഒരു ഒത്തൻറ്റിസിറ്റി മാറി പോകും. പക്ഷേ ഏത് സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ 4 സ്റ്റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ഇൻറ്റീരിയൽ പാർട്ട് ഓഫ് അവരുടെ ഒരു സ്ഥലത്തിൽ പോയി കഴിയുമ്പോഴത്തേക്ക് സ്റ്റിൽ ദേ ഹാവ് ദറ്റ് ട്രഡീഷണൽ ക്വിസൈൻ, ട്രഡീഷണൽ വേ ഓഫ് കുക്കിംഗ്. പിന്നെ അവരുടെ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രിസർവിങ് മെത്തഡ്സ് ആണെങ്കിലും കേരളത്തിലായാലും ശരി, തമിഴ്നാടായാലും ശരി, എല്ലാ സ്ഥലത്തിലും ഉണ്ട്. സോ സംതിങ് വാട്ട് ഐ ബിലീവ് ഇസ് ലൈക്ക് എല്ലാ സ്റ്റേറ്റിലും അതായിട്ടുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുവാണെങ്കിൽ ഫസ്റ്റ് ഐ വിൽ സേ ദറ്റ് മലബാർ ക്വിസൈൻ, അത് കഴിഞ്ഞിട്ട് കാരക്കുടി. Being a Malabar, I'm so proud of that. Because something which I admire, because അവരുടെ കുക്കിംഗ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യു മേക്ക് കറി അങ്ങനെ ഇട്ടിട്ട് പോകുന്നതല്ല. ഇപ്പം ഒരു കുഞ്ഞിപ്പത്തലായാലും ദർ ഇസ് എ സയൻസ് ബിഹൈൻഡ് ഇറ്റ്. ഇപ്പം ഇന്ത്യൻ ക്വിസൈൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ക്വിസൈൻ എടുക്കുമ്പോഴത്തേക്ക് വി ആർ ഓൾവേസ് ഈക്വൽ ടു ദി ഇൻ്റർനാഷണൽ ക്വിസൈൻ. നമ്മൾ ഒരു തരത്തിലും അവരുടെ കാലം കുറഞ്ഞതില്ല. കാരണം അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവരത് പ്രൊമോട്ട് ചെയ്തിട്ട് അവർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ മുമ്പ് തന്നെ കൊണ്ടുവന്നു. നമ്മൾ കുറച്ച് വൈകി പോയി, അത്രേ ഉള്ളൂ. ഇപ്പം നമുക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പം ഫിഷ് ആയാലും നമുക്ക് ഏജിങ് ചെയ്യാറുണ്ട്, ക്യൂറിങ് ചെയ്യാറുണ്ട്. ഭക്ഷണ രീതികൾ ഡിഫറെൻ്റ് ആണ്. ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്തായാലും അതിന് സെപ്പറേറ്റ് കുക്കിംഗ് വെസൽസ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ വെസൽ മാത്രമാണ് ബിരിയാണി ഉണ്ടാക്കത്തുള്ളൂ, ഈ വെസലിലായിരിക്കും അവർ കറികൾ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള ഒരു ഒത്തൻറ്റിസിറ്റിയും നമുക്ക് അതിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞാൽ മൺചട്ടിയിൽ വയ്ക്കണം, തലേ ദിവസം നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് കോട്ടയം മീൻ കറി നമുക്ക് ഒരാഴ്ച വെച്ച് കഴിഞ്ഞാൽ കേടാവാത്തത്? ബിക്കോസ് ഇറ്റ് ഇസ് സയൻസ് ബിഹൈൻഡ് ഇറ്റ്. അവർക്കറിയാം വേഗം ചീത്തയാവുന്ന സാധനങ്ങളൊന്നും ഇടാണ്ട്, അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം റീഹീറ്റ് ചെയ്തിട്ട് നല്ല ഒരു സ്ഥലത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഓൾവേസ് ബി ദ ബെസ്റ്റ്. സോ വി ആർ പറഞ്ഞ പോലെ സൗത്ത് ഇന്ത്യൻ ക്വിസൈൻ ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ്. അത് ഇപ്പോഴാണ് ആൾക്കാർ കുറച്ചും കൂടി കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഷെഫിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്തായിരിക്കും ഫുഡിൻ്റെ കാര്യത്തിൽ? ഫുഡിൻ്റെ കുറേ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതി വെച്ചാൽ ഞാൻ കഴിക്കും. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഇന്ത്യയിലെ സംബന്ധിച്ച് എവറി സ്റ്റേറ്റ് ഹാസ് ഡിഫറെൻറ്റ് ബിരിയാണീസ്. സോ ഐ ഹാവ് ടേസ്റ്റഡ് ഓൾമോസ്റ്റ് എല്ലാം. ഇപ്പം മലബാർ സ്റ്റൈൽ കഴിച്ചിട്ടുണ്ട്, കൊച്ചി സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്, തലപ്പാക്കട്ടി സ്റ്റൈൽ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ബായ് ബിരിയാണി എന്ന് പറയും, അതും കഴിച്ചിട്ടുണ്ട്. ഇഫ് യു ഗോ ടുവേർഡ്സ് ഹൈദരാബാദ് ബിരിയാണി. യു ഗോ ടു കൽക്കട്ട, ദേ ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ബിരിയാണി. ലക്നൗവിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ പൊട്ടറ്റോ ഉണ്ടാവും, അതിനകത്ത് സ്പൈസസ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ലക്നൗവി അവധി ക്വിസിനിൽ അവരുടെ ബിരിയാണിയുടെ സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. സോ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് സംതിങ് വിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ ഇല്ല, ഇറ്റ്സ് ഒറിജിനേറ്റഡ് ഫ്രം സം അതർ കൺട്രി, ബട്ട് സ്റ്റിൽ വി ടുക്ക് ഇറ്റ് ആൻഡ് വി മെയ്ഡ് ഇറ്റ് ലിറ്റിൽ മോർ ഫേമസ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐ ലവ് ഫിഷ് കറീസ്. കാരണം ജനിച്ചു വളർന്നതും കോസ്റ്റൽ ഏരിയ, ഇപ്പോൾ താമസിക്കുന്നതും കോസ്റ്റൽ ഏരിയ. സോ ഫിഷ് കറി, ഓൾ ടൈപ്സ് ഓഫ് ഫിഷ് കറി ഐ ലവ് ഇറ്റ്. മീൻ കറിയും കപ്പ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് തിങ് ഫോർ മീ. ഇനി എൻ്റെ ഒരു സംശയമായിട്ട് തന്നെ എടുക്കാം. കാരണം ഇനിയിപ്പോൾ വരുന്നൊരു ജനറേഷൻ ഉണ്ട്. ഈ ജനറേഷനിലേക്ക് നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ, കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണോ? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ എടുക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. സോ വാട്ട് വുഡ് ഐ സജസ്റ്റ് ഇസ് ലൈക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം. ഇഫ് യു ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ കോണ്ടന്റ് ക്രിയേഷൻ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. കാരണം ഒരു 10 years or 15 years from now, that will be the most hot thing in the whole world. Absolutely, there is nothing wrong in doing content creation as a profession. പക്ഷേ മിനിമം ബേസിക് ആയിട്ട് നമുക്കൊരു നോളേജ് വേണം. ഒരു 6 to 7 years ഒരു വലിയ ഷെഫുണ്ട്, ഗോർഡൻ റാംസി എന്ന് പറഞ്ഞിട്ട്, ഹി യൂസ് ടു ടെൽ, നമുക്ക് ഇനീഷ്യൽ പീരീഡ് ഓഫ് നമ്മളുടെ ഒരു കരിയർ ഉണ്ടല്ലോ, വി ഷുഡ് ബി ലൈക്ക് എ സ്പഞ്ച്. നമുക്ക് എല്ലാം അബ്സർവ് ചെയ്യണം. വാട്ട് എവർ തിങ്, ഇറ്റ് ക്യാൻ ബി പ്രഷർ, എന്തായാലും നമുക്ക് അബ്സർവ് ചെയ്യണം. സോ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് ഇതൊരു അത് അങ്ങനെ കോണ്ടന്റ് ക്രിയേഷനായിട്ട് കൊണ്ടുപോകുന്ന വിചാരിക്കുന്ന ഒരു പിള്ളേർക്ക് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 years or 5 to 6 years നമ്മുടെ ഇൻഡസ്ട്രിയിൽ വേണം, നമുക്കൊന്ന് കൈ തെളിയണം. സോ യു ഷുഡ് നോ വാട്ട് എക്സാക്ട്ലി ദ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ പറഞ്ഞ പോലെ സാധാരണ ഇപ്പോൾ പയ്യന്മാർക്ക് അവർക്ക് ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു കുട്ടികളായാലും അവർക്ക് കുക്കിംഗ് അറിയാൻ പറ്റും. പക്ഷേ അത് ഒരു ലിമിറ്റഡ് ആയിരിക്കും. ഒരു ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പോഷർ എടുത്ത് കഴിഞ്ഞിട്ട് ദെൻ യു ആർ ജമ്പിങ് ഇൻ ടു കോണ്ടന്റ് ക്രിയേഷൻ, ദെൻ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ് ഫോർ ദം. ഇറ്റ്സ് ലൈക്ക് യു ആർ ഓൾറെഡി ഇപ്പോൾ കരിയർ, ഇൻ കേസ് കോണ്ടന്റ് ക്രിയേഷൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ യു ക്യാൻ ഓൾവേസ് കം ബാക്ക് ടു ഇറ്റ്.
കരിയർ അവിടെ ഉണ്ട്. ബിക്കോസ് ഏകദേശം ഇപ്പോൾ എത്ര പേര് ഒരു 15-20 കോടി അക്കൗണ്ട്സ് ഉണ്ട് നമ്മുടെ യൂട്യൂബിനകത്ത്. അതിനകത്ത് ആകെ ഒരു 70,000 പേർക്ക് മാത്രമാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് വെരി ട്രിക്കി. ഇറ്റ്സ് നോട്ട് എല്ലാവരും അതിനകത്ത് സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ഗോണ ടേക്ക് ടൈം. സോ യു ഷുഡ് കാൽക്കുലേറ്റ് ഓൾ ദ തിങ്സ്. എപ്പോഴും റിസ്ക് എടുക്കുമ്പോഴത്തേക്ക് ഷുഡ് ബി കാൽക്കുലേറ്റഡ്. നമ്മൾ റിസ്ക് എടുത്താൽ മാത്രം നമുക്ക് അതിനകത്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞ് റിസ്ക് എടുക്കരുത്. ഷുഡ് ബി വെരി വെരി കാൽക്കുലേറ്റഡ്. നമുക്ക് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഗ്രിപ്പുണ്ട്, എനിക്ക് പണി അറിയാമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇൻ കേസ് കപ്പിൾ ഓഫ് ഇയേഴ്സ് കണ്ടൻറ് ക്രിയേഷൻ ഇസ് നോട്ട് വർക്കിംഗ് ഫോർ മീ, ഐ എം ഗെറ്റിംഗ് ഒഡീസേ, എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയി, എനിക്കതിനകത്ത് ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്ക് ഓൾവേസ് ക്യാൻ കം ബാക്ക് ടു ദി ഇൻഡസ്ട്രി. പക്ഷേ നേരെ തിരിച്ച് എക്സ്പീരിയൻസ് വളരെ കുറവ്, നേരെ കണ്ടൻറ് ക്രിയേഷനിലോട്ട് പോയി അവിടെ പോയി സക്സസ്ഫുൾ ആകാൻ പറ്റിയില്ലെങ്കിൽ വെൻ യു കം ബാക്ക് യു വിൽ ബി ഇൻ ഡിഫിക്കൽട്ട് സ്പേസ്. സോ മേക്ക് എ സ്ട്രോങ് ബേസ്. സോ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഫെയിലിയർ ആവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഈവൻ ഇഫ് യു ഫെയിലിയർ ഇൻ ദാറ്റ് പൊസിഷൻ, ഒരു കോണ്ടന്റ് ക്രിയേഷൻ പോയിട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാലും യു ക്യാൻ കം ബാക്ക്, യു ക്യാൻ റീബിൽഡ് യുവർ സെൽഫ് ആൻഡ് യു ക്യാൻ കം ബാക്ക് അഗൈൻ സ്ട്രോങ് ഇൻ കോണ്ടന്റ് ക്രിയേഷൻ. അപ്പം ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞു. ഇനി എനിക്കറിയാനുള്ളത് എന്ന് വെച്ചാൽ എന്താണ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്? കാരണം ഞങ്ങളുടെ പ്രേക്ഷകർ ആ റെസിപ്പിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ റെസിപ്പീസാണെന്ന് ഞങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്? ഓക്കെ, ഇപ്പോൾ നമ്മൾ വനിതാ പാചകത്തിന് വേണ്ടി 2 റെസിപ്പിയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം കാരമൽ പുഡിംഗ്, അതായത് ഫ്രഞ്ചുകാർ പറയുന്നത് കാരമൽ കസ്റ്റർഡ് അല്ലെങ്കിൽ ക്രെം കാരമൽ എന്നാണ് പറയാറ്, സ്പെയിൻകാർ പറയുന്നത് ഫ്ലാൻ എന്നാണ്. സോ നമ്മൾ കാരമൽ പുഡിംഗ് എന്നാണ് പറയാറ്. സോ സാധാരണ വീട്ടിൽ ഓവനിലാണ് എല്ലാവരും ബേക്ക് ചെയ്യാറ്, പൊതുവേ അങ്ങനെയാണ് പതിവ്. ഇന്ന് വളരെ എളുപ്പത്തിൽ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് ഇഡ്ഡലി കുക്കറിനകത്താണ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ആദ്യത്തെ റെസിപ്പി. രണ്ടാമത് നാടൻ ഫുഡ്. ആദ്യം ചോദിച്ചല്ലോ ഫ്യൂഷൻ ക്വിസൈൻ വേണമെന്ന്. അപ്പോൾ നാടൻ ഫുഡ് കുറച്ച് വിയറ്റ്നാമീസ് സ്റ്റൈലിൽ എന്ന് വെച്ചാൽ ഒരു പേപ്പർ റോൾ വെച്ച് കഴിഞ്ഞിട്ട് ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റ് വിയറ്റ്നാമീസ് പേപ്പർ റോളിനകത്ത് റോൾ ചെയ്തിട്ട് ഗ്രിൽ ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഈ 2 റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. 100% നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ആ പ്രിപ്പറേഷൻ കണ്ടിട്ട് വരാം. വനിതാ പാചകം ഓഡിയൻസിന് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷെഫ് കാർത്തിക്. ഇന്നത്തെ റമദാൻ സ്പെഷ്യലിനകത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്, അതായത് കാരമൽ കസ്റ്റർഡ്. സാധാരണ എല്ലാവരും ഓവനകത്താണ് ഉണ്ടാക്കാറ്. എല്ലാവരുടെ വീട്ടിലും ഓവൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് സെയിം കാരമൽ കസ്റ്റർഡ് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇഡ്ഡലി കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2ആയിട്ട് തെരഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഷുഗർ. ഒരെണ്ണം നമുക്ക് കസ്റ്റർഡ് ഇടണം, ഒരെണ്ണം കാരമൽ ചെയ്യാൻ വേണ്ടി 500 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വാനില എസൻസ്, 5 കോഴിമുട്ട. ഇതിനെ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഇപ്പം സെപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് കാരമൽ ഉണ്ടാക്കും, സെക്കൻഡ് കസ്റ്റർഡ് ഉണ്ടാക്കും, മൂന്നാമത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റീം ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ഇത് 3 സ്റ്റെപ്പായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം ആദ്യം കാരമൽ റെഡിയാക്കാം. കാരമൽ ഉണ്ടാക്കാൻ ഞാൻ ഏകദേശം ഒരു 180 ഗ്രാംസാണ് ഷുഗർ എടുത്തിരിക്കുന്നത്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര ഒന്ന് ടച്ച് ചെയ്യണ്ട. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ക്രിസ്റ്റലായി പോകും. ഇപ്പോൾ നമുക്കൊന്ന് ഗ്രാജുവലായിട്ട് ഒന്ന് മെൽട്ടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഷുഗർ മെൽട്ടായി കാരമലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും ഒരു 120 to 130 ഇതൊന്ന് കാരമലാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു 160 ആയിരിക്കും. അതിന് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ജാക്ക് എന്ന് പറയും. സാധാരണ നമ്മൾ പ്ലം കേക്ക്സ് ഉണ്ടല്ലോ, പ്ലം കേക്ക്സ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ ബ്ലാക്ക് ജാക്ക് വെച്ചിട്ടാണ് പ്ലം കേക്ക്സ് ഉണ്ടാക്കാറ്. അപ്പം ഷുഗർ മെൽട്ടായി വരുമ്പോഴത്തേക്ക് ഷുഗർ സിറപ്പ്, അതിനുശേഷം കാരമൽ, അതിനുശേഷം ബ്ലാക്ക് ജാക്ക്. ഞാൻ നന്നായി മെൽട്ടായതിനു ശേഷമാണ് സ്പൂൺ ഇട്ടേക്കുന്നത്. കണ്ട ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത്. ടെമ്പറേച്ചർ ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു മീഡിയം ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്താൽ മതി. ടെമ്പറേച്ചർ നമ്മുടെ കുക്കിംഗ് പ്രോസസ്സ് ത്രൂ ഔട്ട് ഈവൻ ആയിരിക്കണം. എപ്പോഴും കാരമൽ കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് നമുക്ക് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നമുക്ക് കാരമൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മോൾഡിനകത്ത് സെറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കസ്റ്റർഡ് ഉണ്ടാക്കുന്നത്. സ്റ്റെപ്പ് 3 നമുക്കൊന്ന് ഓവനിൽ ബേക്ക് ചെയ്യാം. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രാജുവലായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. കാരമൽ കസ്റ്റർഡിനകത്ത് ഈ കാരമൽ ഉണ്ടാകുമ്പോഴത്തേക്ക് എപ്പോഴും ചെറിയ ഒരു ബെറ്റർനെസ് വേണം. ആ ബെറ്റർനെസ് ഉണ്ടായാലും അതിൻ്റെ ടേസ്റ്റ് കൊടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 160 ഡിഗ്രിയിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് കുക്ക് ചെയ്യും. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമല്ലോ, ആ സമയത്താണ് നമുക്ക് മോൾഡിനകത്ത് ഒഴിക്കാറ്. ഷുഗർ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്, കളറും ചേഞ്ച് ആവാൻ തുടങ്ങി.
കാരമൽ കസ്റ്റർഡിൻ്റെ ഓറിജിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർ പറയാറ് ഫ്രം ഫ്രാൻസ്, ചിലർ പറയാറ് ഫ്രം സ്പെയിൻ. ഫ്രാൻസിൽ ഇതിനെ വിളിക്കുന്നത് ക്രെം കാരമൽ അല്ലെങ്കിൽ കാരമൽ കസ്റ്റർഡ് എന്നാണ്. പക്ഷേ സ്പെയിനിൽ വിളിക്കുന്നത് ഫ്ലാൻ എന്നാണ്. ഓരോ രാജ്യത്തിലും ഓരോ രീതിയിലാണ് ഒരു പേര് വിളിക്കാറ്. ഷുഗർ നന്നായിട്ട് മെൽട്ടായി കാരമൽ കാരമലോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ച് സ്മോക്കൊക്കെ വരാൻ തുടങ്ങുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് കളർ ചേഞ്ച് ആവണം. സോ ഇപ്പോൾ നമുക്ക് കാണുവാണെങ്കിൽ ഇതിനകത്ത് ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ബബിൾസ് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ കാരമൽ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് കളർ മാറുമ്പോഴത്തേക്ക് നമുക്ക് മോൾഡിനകത്ത് ഒഴിക്കാം. പിന്നെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നല്ല ചൂടായിരിക്കും. ടെമ്പറേച്ചർ 160 അബോവ് ആണ്. സോ ബി കെയർഫുൾ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് കസ്റ്റർഡ് ഒന്ന് തയ്യാറാക്കാം. കാരമൽ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കസ്റ്റർഡ് തയ്യാറാക്കാൻ പോവാണ്. കസ്റ്റർഡ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്കൊന്ന് പാൽ തിളപ്പിക്കാം. ഞാനിവിടെ 500 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്, ഹൈ ഫാറ്റ് മിൽക്ക്. മിൽക്ക് ജസ്റ്റ് ഒന്ന് വാമായാൽ മതി. ഓൾറെഡി മിൽക്ക് പാസ്ചറൈസ് ചെയ്തതാണ്. സോ മിൽക്ക് ബോയിൽ ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റർഡ് തയ്യാറാക്കാം. ഇപ്പോൾ കസ്റ്റർഡ് തയ്യാറാക്കാൻ വേണ്ടി 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 ഹോൾ എഗ്സും ഒരു എഗ് യോക്കും നമ്മൾ യൂസ് ചെയ്യും. പിന്നെ കുറച്ച് വാനില എസൻസ്, പിന്നെ 100 grams പഞ്ചസാര. അപ്പോൾ നമ്മൾ 4 ഹോൾ എഗ്സും ഒരു എഗ് യോക്കും എടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് 100 grams പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം വളരെ ജെൻറ്റിലായിട്ട് വേണം നമുക്ക് വിസ്ക് ചെയ്യാൻ. കൂടുതലായിട്ട് നമുക്ക് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് ഫോം ആവും. അത് നല്ലതല്ല. സ്ലോ ആയിട്ട് പഞ്ചസാര ഒന്ന് മെൽട്ടാവുന്നവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര മെൽട്ടായതിനു ശേഷം നമുക്ക് വാനില എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മിൽക്ക് ഉണ്ടല്ലോ, അത് എഗ്ഗിനകത്ത് ഒഴിക്കാൻ പോവുക. ഇപ്പം ഒഴിക്കുമ്പോഴത്തേക്ക് വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ട് വേണം മിൽക്ക് ഒഴിക്കാൻ. കാരണം ഇപ്പം പാലിൻ്റെ ടെമ്പറേച്ചർ വളരെ ചൂടായിരിക്കും, ഇതിൻ്റെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ആയിരിക്കും. നമുക്ക് കുറച്ച് പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെമ്പറേച്ചറും മിൽക്കിൻ്റെ ടെമ്പറേച്ചറും ഏകദേശം ഈവൻ ആണല്ലോ. എന്നിട്ട് വേണം നമുക്ക് ഫുള്ളായിട്ട് ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഗ്രാജുവലായിട്ട് മിൽക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയുടെ ടെമ്പറേച്ചറും പാലിൻ്റെ ടെമ്പറേച്ചറും ഏകദേശം ഈവൻ ആവും. അപ്പോൾ മുട്ട വന്ന് വെന്ത് പോകത്തില്ല. അപ്പോൾ കുറേ പേര് സംശയം ഉണ്ടാവും, ഹോട്ട് മിൽക്ക് നമുക്ക് ഇതിനകത്ത് ഒഴിക്കുവാണെങ്കിൽ മുട്ട വെന്ത് പോകുന്നത്. പക്ഷേ ഇങ്ങനെ ഗ്രാജുവലായിട്ട് നമുക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും മുട്ട വെന്ത് പോകത്തില്ല. നന്നായി മിക്സ് ആയതിനു ശേഷം ബാക്കിയുള്ള മിൽക്ക് മൊത്തമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ട, നിങ്ങൾ സംശയിച്ച പോലെ മുട്ട ഒന്നും വെന്തിട്ടില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് മിക്സ് റെഡിയാണ്. ഇത് ഒരു 15 to 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എയർ ബബിൾസ് ഫോം ആയിട്ടുണ്ടല്ലോ, അതൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബബിൾസൊക്കെ ഒന്ന് ഡിസപ്പിയർ ആവും. അതിനുശേഷം വേണം നമുക്ക് മോൾഡിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് മോൾഡിൽ ഒഴിക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു 20 to 25 മിനിറ്റ്സ് ഒന്ന് കുക്കറിനകത്ത് സ്റ്റീം ചെയ്യാം. സാധാരണ ഓവനിലാണെങ്കിൽ ഒരു 160 ടെമ്പറേച്ചറിനകത്ത് ഒരു 50 to 1 hour, 50 minutes to 1 hour ആണ് നമ്മൾ ബേക്ക് ചെയ്യാറ്. കാരമൽ കസ്റ്റർഡ് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്ലോ ആൻഡ് ലോ ടെമ്പറേച്ചർ ഫോർ എ ലോങ്കർ പീരിയഡ് ഓഫ് ടൈം. സോ നമുക്ക് ഇഡ്ഡലി കുക്കറിനകത്ത് സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് ഇതുപോലത്തെ ഒരു ചെറിയ പീസ് സിൽവർ ഫോയിൽ ഉണ്ടല്ലോ, അതൊന്ന് മേലിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. സോ സ്റ്റീം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇതിൻ്റെ മേലിൽ വീഴത്തില്ല. നമ്മൾ ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കണം. ഒരു 100 ഡിഗ്രി ടെമ്പറേച്ചർ എത്തിയതിനു ശേഷം സ്ലോ ഫയറിലാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച കസ്റ്റർഡ് ഇതിനകത്ത് വയ്ക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കൊന്ന് സിമ്മറിൽ വയ്ക്കുന്നുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത കസ്റ്റർഡ്
അതിൻ്റെ മേലെ സിൽവർ ഫോയിൽ. നമുക്കൊന്ന് കവർ ചെയ്തിട്ട് 20 to 25 മിനിറ്റ്സ് ഒന്ന് സ്ലോ ഫയറിൽ സ്റ്റീം ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞു. നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ സിൽവർ ഫോയിൽ ഇതിൻ്റെ മുകളിലിട്ടത് കാരണം വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ മേലെ വീഴും. ഇതിൻ്റെ മേലെ വീഴുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റഡ് ഒന്ന് കേടായി പോകും. അതുകൊണ്ട് തന്നെയാണ് സിൽവർ ഫോയിൽ മേലിട്ടത്. ഒരു ചെറിയ ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് സ്റ്റീം ആയിട്ടുണ്ട്. സോ നമ്മുടെ കാരമൽ കസ്റ്റഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നാച്ചുറലായിട്ട് തണുപ്പിക്കാൻ വെക്കണം. ഇത് തണുത്തതിന് ശേഷം 2 to 4 hours റെഫ്രിജറേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. പുഡിംഗ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഇത് റെഫ്രിജറേറ്റ് ചെയ്തു. 2 മണിക്കൂറിൻ്റെ റെഫ്രിജറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഇത് ഡിമോൾഡ് ചെയ്യാൻ പോകുന്നു. നൈഫ് വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയതിനു ശേഷം ഇപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മളുടെ കാരമൽ പുഡിംഗ് തയ്യാറാണ്. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 വ്യക്തികളെ വിളിക്കുന്നുണ്ട്. ഒന്ന് മിസ്റ്റർ നിഷാന്ത് ആൻഡ് രോഹിത്. 2 പേരും കയ്യിൽ സൂക്ഷിച്ച് പിടിച്ചിട്ട് വേണം നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നോക്കാം ജിഗിൽ ജിഗിലാവും. എങ്ങനെയുണ്ട്? അടിപൊളി. മെൽറ്റിൻ്റെ അതാണ് വേണ്ടത്. ഇത് നമുക്ക് ഓവനകത്ത് ചെയ്യുവാണെങ്കിലേ കുറച്ചും കൂടി സിൽക്കി ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഇത് കുക്കറിനകത്ത് സ്റ്റീം ചെയ്ത് കൊണ്ടാണ് ഇത്രയും കൂടി കുറച്ച് ഫേം. നമുക്ക് ഓവനകത്ത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 160 ഡിഗ്രിനകത്ത് ഏകദേശം ഒരു 1 hourൻ്റെ മുകളിൽ നമ്മൾ ബേക്ക് ചെയ്യും. ബേക്ക് ചെയ്ത് നമുക്ക് ചില്ല് ചെയ്യുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടി സിൽക്കി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരുമ്പോഴേക്കും തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ബ്രേക്ക് ആയിരിക്കും. ഞങ്ങൾ ഇതുകൊണ്ട് പോട്ടെ. അപ്പം ടേസ്റ്റ് ചെയ്ത് 2 പേർക്കും ഇത് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുന്നത്. താങ്ക് യു.